സൈജു കുറുപ്പിന്റെ തല വെച്ചിട്ടുള്ള പോസ്റ്റർ സർവൈവൽ ത്രില്ലർ ആണ് എന്ന് കണ്ടിട്ടാണ് ട്രെയിലർ പോലും കാണാതെ ഞാൻ ഈ പടം കാണാനായിട്ട് പോയത്. ലർക്ക് സിനിമ കണ്ടു. MA നിഷാദ് രചനയും സംവിധാനം നിർവഹിച്ച് പുള്ളി തന്നെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച മലയാളം സിനിമയാണ്. അനുമോൾ, മഞ്ജു പിള്ള, TG രവിയൊക്കെയാണ് ഇതിൽ ബാക്കി പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം സിനിമയെ കുറിച്ച്. വന്യജീവികളുടെ ആക്രമണത്താൽ ഭയപ്പെട്ട് ജീവിക്കുന്ന കാടിനോട് അടുത്തുള്ള ഒരു ഗ്രാമം, അവിടുത്തെ മനുഷ്യരുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ് ഈ പടം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയാം. ഈ അരിക്കൊമ്പൻ വിഷയമുണ്ടല്ലോ, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ ചക്കര കൊമ്പൻ എന്നാണ് ആനയുടെ പേര്. ലർക്ക് എന്ന് വെച്ചാൽ പതുങ്ങിയിരിക്കുക എന്നാണ് അർത്ഥം. കറക്റ്റ് പേരായിട്ട് തോന്നി. കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി തിയേറ്ററിനുള്ളിൽ കയറുന്നവരെ ഈ സിനിമയും ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. പടം തുടങ്ങുമ്പോൾ തൊട്ട് ആക്രമണം തുടങ്ങും. ലാസ്റ്റ് ജീവനും കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയാൽ ഭാഗ്യം. ഇതുപോലൊരു ദുരന്തം പടം. ഈ അനിയത്തെ കാണിച്ചിട്ട് ചേച്ചിയെ കെട്ടിപ്പിക്കുക എന്ന പഴയ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ മൂന്നാൻ ടോക്ക് ഉണ്ടായിരുന്നു. ഈ പടം കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. സൈജു കുറുപ്പിന്റെ തല പോസ്റ്ററിൽ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ വിചാരിക്കും ഇത് സൈജു കുറുപ്പാണ് ഈ പടത്തിൽ നായകനെന്ന്. നമ്പാതെ ആകെ 2-3 സീനിൽ മാത്രമേ പുള്ളിയുള്ളൂ. സംവിധായകൻ MA നിഷാദ് തന്നെയാണ് ഇതിൽ നായകനായും വില്ലനായും ഓൾ ഇൻ ഓൾ ആയിട്ടും അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ നിർമ്മാതാവ്. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മേക്കിംഗിൽ വന്ന ഒരു സീരിയൽ ലെവൽ പടമാണിത്. ശോകം കഥ, മോശം കഥാപാത്രങ്ങൾ, ശോകം മേക്കിംഗ്, ശോകം ആക്ടിങ്. പടം തുടങ്ങിയ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിങ്ങനെ ഫോണിൽ നോക്കാൻ തുടങ്ങി. ഇന്റർവെൽ ആയപ്പോൾ ഇറങ്ങി ഓടട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതാണല്ലോ, പടം മുഴുവൻ കണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ എങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ കണ്ടു തീർക്കുകയായിരുന്നു. കടുവയെ പിടിക്കാനായിട്ട് വന്ന 50 വയസ്സിന് മുകളിലുള്ള നായകൻ നാട്ടിലുള്ള സകല മധ്യവയസ്കകളായിട്ടുള്ള സ്ത്രീകളെയും വായി നോക്കുന്നതും കാമം കരഞ്ഞു തീർക്കുന്നതും കടുവയും മറ്റും വെടിവെക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് പടത്തിന്റെ കഥ. ഒരു മൃഗയ 144p എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വാറുണ്ണി ആയിരുന്നെങ്കിൽ ഇതിൽ ബോർ ഉണ്ണി. ആന, കടുവ തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും സർവൈവലാണ് കഥ ഉദ്ദേശിച്ചതെങ്കിലും ഇതിനിടയ്ക്കുള്ള നായകൻ MA നിഷാദിന്റെ സ്ത്രീകളോടുള്ള ഒലിപ്പിക്കൽ സീനുകൾ, ക്രിഞ്ച് പ്രേമം, നാടക ഡയലോഗ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള നമ്മുടെ സർവൈവൽ നടക്കണമെങ്കിൽ 2 മണിക്കൂർ 10 മിനിറ്റ് എങ്ങാണ്ട് കഴിയണം. അനുമോൾ, സ്മിനു സിജോ, പിന്നെ മറ്റേ വട്ടയപ്പം എന്തെങ്കിലും അതിനകത്തെ നടിയുണ്ടല്ലോ സരിത കുക്കു, ഈ സ്ത്രീകളോട് ജാഫർ ഇടുക്കിയും നായകൻ MA നിഷാദും അടക്കം കോഴിക്കിളവന്മാർ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഇങ്ങനെ മുട്ടിയും വഷളം നോട്ടമൊക്കെ നോക്കിയും ഡബിൾ മീനിങ് ഡയലോഗ് ഒക്കെ കാച്ചിയും ഈ മുതുക്കന്മാരുടെ കാമ വെറുപ്പിക്കലാണ് ഫസ്റ്റ് ഹാഫിൽ പടത്തിൽ മൊത്തം. ഇടയ്ക്കിടയ്ക്ക് കടുവ, പാമ്പ്, ആന ഇതിന്റെയൊക്കെ ഗ്രാഫിക്സ് കാണിച്ച് ത്രില്ലർ ആണെന്നുള്ള ബോറടിപ്പിക്കൽ വേറെ. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു വെള്ളവടി പാട്ടും. മഞ്ജു പിള്ള കളക്ടർ ആണെന്ന് കാണിക്കാനായിട്ട് ഗുഡ് മോർണിംഗ്, ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ, യെസ് സാർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഓക്കെ ഡോക്ടർ, ഗുഡ് നൈറ്റ്, ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്മിനു സുജോ ഒക്കെ എത്ര നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയായിരുന്നു. ഇതിൽ അജു വർഗീസിന് എടുത്തു വന്നിട്ടൊരു സീനുണ്ട്, അത് കണ്ടപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നി. മുത്തുമണി, പ്രശാന്ത് അലക്സാണ്ടർ, സുധീർ കരമന, പ്രശാന്ത് മുരളി, വിജയ് മേനോൻ, അജു വർഗീസ് ഒക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ റോളുകളിൽ പടത്തിലുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സൈജു കുറുപ്പും ചീപ്പ് ഗ്രാഫിക്സ് ആനയും കടുവയും പാമ്പും ഒക്കെ 2-3 സീനുകളിൽ മാത്രം വരുന്നുണ്ട്. പിന്നെ ഒരു പോലീസുകാരി റോക്സ ബീഗം എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അവരുടെ സീൻ കണ്ടപ്പോൾ മറ്റേ ദേവിക IPS ഷോർട്ട് ഫിലിം ഇല്ലേ, ACP ദേവിക, പോലീസ് ഓഫീസർ, ഇതൊരു ഓപ്പറേഷൻ ആണ്. ഈ വീടിന്റെ ബാക്കില് അത് ഓർമ്മ വന്നു. അതുപോലെ ചെക്ക് ഷർട്ട് ഇട്ട വില്ലത്തിയെ പിടിച്ചിട്ട് ഇടിക്കുന്ന സീൻ കണ്ടപ്പോ മറ്റേ നിന്റെ 2ാം ഭർത്താവിനെ നീ എന്ത് ചെയ്തടി, ഞാൻ തിന്നു, ആ ഡയലോഗുള്ള ഒരു ഷോർട്ട് ഫിലിം ഇല്ലേ, അതും ഓർമ്മ വന്നു. ടെക്നിക്കലി ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നോക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി സമയം കളയാൻ തോന്നിയില്ല. രാത്രിയിൽ, അതോ നീ പകല് രാത്രിയായിട്ട് കാണിച്ചാണോ അറിയത്തില്ല, ക്യാമറമാൻ ഇങ്ങനെ കാട്ടിലൂടെ ഒരു നടപ്പാണ് വിത്ത് ഓവർ സൗണ്ട് ഇഫക്ട്സ്. മൊത്തത്തിൽ ത്രില്ലും ഇല്ല, ഒരു പുല്ലും ഇല്ല. മനുഷ്യരുടെ കാശും സമയവും കളയാൻ വേണ്ടി ഓരോ ഫോറസ്റ്റ് അപരാധങ്ങൾ ഇങ്ങനെ എന്തിനോ വേണ്ടി പടച്ചുവിടും. ഇത് 2002 ഇറങ്ങുകയായിരുന്നെങ്കിൽ അപ്പൊ പോലും പൊട്ടിയേനെ. ലർക്ക് കണ്ടവർക്ക് കിർക്ക്.